എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു നാടൻ പുഴുക്കാണ്. ആദ്യം തന്നെ കപ്പ തോല് കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് ഉപ്പ് കൂടി പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. കുക്കറിൽ നിന്ന് വെള്ളം തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സ്പൂണും കൂടി ഇട്ട് കുക്കർ അടച്ച് വയ്ക്കുക. വേവിച്ച് വെച്ച കപ്പ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. പുഴുക്കുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പയർ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, നാടൻ ചീര, ചെറുപയർ മുളപ്പിച്ചത്, ക്യാരറ്റ്, അതിലേക്ക് അരച്ച് ചേർക്കാനുള്ള തേങ്ങ, ജീരകം, കറിവേപ്പില. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഓരോ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പയർ, ക്യാരറ്റ്, മുളപ്പിച്ച ചെറുപയർ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കപ്പയിൽ ഉപ്പിട്ട കാരണം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പച്ചക്കറികൾ ഏകദേശം വെന്തതിന് ശേഷം ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ചീരയാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചതച്ചെടുക്കണം. ഇനി ഇത് പുഴുക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനമായി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ റെഡിയാക്കി പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.